അതിൻ്റെ 5ഉം 6ഉം വാക്യമാണ് ഏവൻഗേലിയോൻ, താഴോട്ടുള്ള വാക്യമാണ്, 25 വരെയുള്ള വാക്യമാണ് ഏവൻഗേലിയോൻ വായിച്ചത്. അതിൻ്റെ 5ഉം 6ഉം വാക്യം പ്രസംഗത്തിന് ആധാരമായി ഞാൻ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യം. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. പ്രാർത്ഥിക്കാം. എന്താ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോ എന്തതി ദൈവത്തിൻ സ്നേഹം എത്ര മനോ അതു ചിന്തയെ ഞാൻ സിന്ധുസനമായി സിന്ധ കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ദേവാലയത്തിൽ വന്നിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പരിശോധിക്കണമേ. നൊമ്പരങ്ങളെ അവിടുന്ന് കാണണമേ. വേദനകളെ അവിടുന്ന് സ്പർശിക്കണമേ. രോഗങ്ങളെ അവിടുന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളെ കർത്താവേ, ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ നെടുവീർപ്പുകളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ ഈ ഭദ്രാസനം കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക വിഷയമാണ് പഠിച്ചത്. റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചത്. നമ്മുടെ അഭിനന്ദ തീത്തോസ് തിരുമേനിയുടെ ഒരു വലിയ ദർശനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കൂടുന്ന എല്ലാ മീറ്റിങ്ങുകളിലും അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഈ വർഷം എന്തുവാ പഠിക്കുന്നതെന്നറിയോ? വിശുദ്ധ കുർബാന വർഷമായിട്ടാണ് ഈ വർഷം പഠിക്കുന്നത്. വിശുദ്ധ കുർബാന സെലിബ്രേഷൻ ഓഫ് റിക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്നുള്ള വിഷയമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുനലൂർ സെൻട്രൽ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുത്താൽ കുർബാനയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ധ്യാനവും പ്രസംഗവുമൊക്കെയാണ് പ്രസംഗകർ വന്ന് അവിടെ ക്രമീകരിച്ചത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സെലിബ്രേഷൻ ഓഫ് റിക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. വിശുദ്ധ കുർബാന സെലിബ്രേഷൻ ഓഫ് ലൈഫ്, അത് ജീവൻ്റെ ആഘോഷമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ വർഷം എന്തായിരിക്കണം? എന്നെ ഒരു വിശുദ്ധ കുർബാനയാക്കി മാറ്റണമേ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നവംബർ മാസം പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ ദിവസം പട്ടക്കാരനും ജനങ്ങളും തമ്മിൽ അനുരഞ്ജനം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം എന്നോട് ആർക്കും എതിർപ്പൊന്നുമില്ല. അതുകൊണ്ട് എനിക്കും ആരോടും എതിർപ്പില്ല. ഇനി ആരെങ്കിലോടും എതിർപ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇനി അടുത്ത ഞായറാഴ്ച കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം. വീട്ടുകാർ തങ്ങളെ വലിയ പ്രശ്നമുണ്ട്, പണ്ടൊരു തേക്കല വീണു, അല്ലെങ്കിൽ മരം മുറിച്ചപ്പോൾ ഒരു തേക്കിൻ്റെ കമ്പ് അങ്ങോട്ട് വീണു, അതിൻ്റെ പേരിൽ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പണ്ട് ആടിനെ വളർത്തിയ സമയത്ത് അത് കയ്യാല ചാടി കിഴങ്ങ് നിന്നു രണ്ടല, അപ്പം അന്ന് മുതൽ വഴക്കായിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള അനുരഞ്ജനം അത് വളരെ പ്രധാനമാണ്. ആളുകൾ തങ്ങളെ, നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകൾ തങ്ങളെ, ചിലർ അടുത്തേ ഇരിക്കത്തുള്ളൂ, അവർ തങ്ങളിൽ പ്രശ്നമില്ല. എന്നാൽ നമ്മുടെ ഇടവകയിൽ വരുന്ന ആളുകളെല്ലാം നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഒരാളെയെങ്കിലും പരിചയപ്പെടുകയും അവരുടെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. വിശ്വാസികൾ തമ്മിലുള്ള ഒരു അനുരഞ്ജനം. പിന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം. പല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് പള്ളിയുള്ളത്. അതുകൊണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം.
ഇന്ന് നമ്മൾ ഒരു വലിയ അനുരഞ്ജനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാ വർഷവും ആഗമന കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു ചിന്താവിഷയമാണ് സക്കറിയാവിനോടുള്ള ദൈവത്തിൻ്റെ അറിയിപ്പ്. സക്കറിയാവിനോടുള്ള അറിയിപ്പ്. യഹോവയായ ദൈവം മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു എന്ത്? യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് ആണോ? യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവൻ കാൽവറിയിൽ യാഗമായിട്ട് തീർന്നു. ആ കാൽവറി കുരിശിൻ്റെ ആ മരണത്തെ അതിജീവിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അത് ദൈവത്തിൻ്റെ ലോകത്തിലുള്ള അനുരഞ്ജനത്തിൻ്റെ ഭാഗമായിരുന്നു. ദൈവത്തിൻ്റെ ലോകത്തിലുള്ള അനുരഞ്ജനത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ഈ ആഗമന കാലഘട്ടത്തിൽ, അത് അറിയിപ്പ് കാലഘട്ടം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ അറിയിപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയമാണ് ഒന്ന് സക്കറിയാവിനുള്ള അറിയിപ്പ്, എലിസബത്തിനുള്ള അറിയിപ്പ്, ജോസഫിനുള്ള അറിയിപ്പ്, മറിയയ്ക്ക് പ്രത്യക്ഷമാകുന്നത്, മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്നത്, യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജനനം, ഇവയൊക്കെയാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ആഗമന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്തോ ഒന്ന് ലോകത്തിലേക്ക് വരുവാനിരിക്കുന്നു. അത് വേറെ ആരുമല്ല. ആരാ? പറ. കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ, ഈ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ക്രമീകരണമാണ് സക്കറിയാവിനോടുള്ള ദൈവത്തിൻ്റെ അറിയിപ്പ്. ഈ സക്കറിയാവിൻ്റെ ഭാര്യയുടെ പേരെന്താ? എലിസബത്ത്. സക്കറിയാവും എലിസബത്തും പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. സക്കറിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം ഞാൻ ഒരു 10-13 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രസംഗത്തിലും ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്താണെന്നറിയാം? സക്കറിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർക്കുന്നവൻ എന്നുള്ളതാണ്. യഹോവ ഓർക്കുന്നവൻ. എന്നെയും നിങ്ങളെയും ദൈവം ഓർക്കുന്നു. ഇന്ന് ദേവാലയത്തിലിരിക്കുന്ന എന്നെയും നിങ്ങളെയും യഹോവയായ ദൈവം ഓർക്കുന്നു. കർത്താവ് ഓർത്തുകൊണ്ടിരിക്കുന്നു. അല്ലേ? മനുഷ്യൻ മറന്നുപോകും. അല്ലേ? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ ദൈവം നമ്മളെ ചേർക്കുവാൻ അവൻ ഒരിക്കലും മറന്നുപോകാത്തവനാണ്. അവൻ നമ്മളെ ഓർക്കുന്നവനാണ്. അപ്പോൾ നമ്മളിന്ന് എവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗത്ത് ചിന്തിക്കുന്നത്, ഈ ദമ്പതികൾക്കൊരു വലിയ സ്വകാര്യ ദുഃഖം ഉണ്ടായിരുന്നു. എന്താണ് സ്വകാര്യ ദുഃഖം? അവർക്ക് കുട്ടികളില്ലായിരുന്നു, മക്കളില്ലാത്ത ദുഃഖം. പള്ളിയിൽ ധൂപം കാട്ടുന്നവർ, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, പള്ളിയിലെ ആരാധനയെ വിലമതിച്ചതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതിഭയങ്കരമായ വേദനയിലൂടെയാണ് അവർ കടന്നുപോയത്. നമ്മൾ വായിച്ചു കേട്ടത് ഇരുവരും പ്രായം ചെന്നവരായിരുന്നു, വയസ്സ് ചെന്നവരാണ്. എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവർക്ക് വളരെ ദുഃഖം നിറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പെർഫെക്റ്റ് ആണോ? പെർഫെക്റ്റ് ആയവരൊന്ന് കൈ ഉയർത്തി. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നും ഇല്ലെന്ന് ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുർബാന തരേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തെ പോലെ ആയി കഴിഞ്ഞു. എന്നാൽ ഒരു കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കാണ് എന്താ ഉള്ളത്? വിശുദ്ധ കുർബാന ആവശ്യമായുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ചില കുറവുകളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും ചില കുറവുകളുണ്ട്. പരിഹരിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുന്നുണ്ട്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എങ്കിലും അവരുടെ ജീവിതത്തിൽ കയ്പ് നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്താണ് കയ്പ് നിറഞ്ഞ ജീവിതം? അവർക്ക് മക്കളില്ലാത്ത ദുഃഖമാണ്. പുരോഹിത കുടുംബമായിരുന്നെങ്കിലും അവർ ദുഃഖിച്ച് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. കുട്ടികളില്ലാത്ത വിഷമം പേറിക്കൊണ്ട് ജീവിച്ചതായിട്ടുള്ള ദമ്പതിമാരായിരുന്നു ഈ സക്കറിയാവും എലിസബത്തും. എന്നാൽ മാറായെ മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. മാറായെ മധുരമാക്കി തീർക്കുമാ മാറായെ മധുര ഏർക്കുമാവേൻ പിളർന്നുതാ
പോക്കി എൻ പാറയെ മാവേയൻ സങ്കടങ്ങൾ ലാവും തീർന്നു പോയി. സംഹാര ദൂതേനെന്നെ സംഹാരദൂതൻ നമ്മളെ വിട്ട് കടന്നു പോകുന്ന ഒരു ദിവസമുണ്ടാകും. മാറായെ മധുരമാക്കി തീർക്കുന്ന ഒരു ദിവസമുണ്ടാകും. പാറയെ പിളർന്ന് വെള്ളം തരുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് സഖറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ കയ്പ് നിറഞ്ഞ ജീവിതം സന്തോഷപൂർവമായി തീരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം. എലിസബത്ത് അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. പുരോഹിതൻ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നതായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത് എന്നുള്ളത് നമ്മൾ കാണുന്നു. എന്നാൽ അവരുടെ കുടുംബജീവിതം ദൈവം അംഗീകരിച്ച കുടുംബജീവിതമായിരുന്നു. ദൈവം അംഗീകരിച്ച കുടുംബത്തെ ദൈവം മാനിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതാണ് 5ഉം 6ഉം വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. കാരണം അത് വേദപുസ്തകം അതിനെക്കുറിച്ച് സർട്ടിഫൈ ചെയ്യുകയാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഒന്ന്, കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി. രണ്ടാമത്, ദൈവം അംഗീകരിച്ച ഒരു കുടുംബജീവിതം. പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവർക്ക് പുത്രനെ പറ്റിയുള്ള പ്രവചനം അവിടെ ലഭിക്കുകയാണ്. എന്തുകൊണ്ട് പുത്രനെ പറ്റിയുള്ള പ്രവചനം അവർക്ക് ലഭിക്കുന്നു? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവികാരാധനയെ വിലമതിച്ചവർ ആയിരുന്നു. നമ്മളിന്ന് ചുറ്റുപാട് നോക്കിയാൽ മനോഹരമായ പള്ളി, നല്ല സുഖസൗകര്യങ്ങളിൽ ആരാധിപ്പാനായിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള നന്മകളും ദൈവം ഇന്ന് നൽകിയിരിക്കുന്നു. എന്നാൽ ഒരു 50 വർഷം മുമ്പോ 75 വർഷങ്ങൾക്ക് മുമ്പോ 100 വർഷങ്ങൾക്ക് മുമ്പോ ഈ സൗകര്യങ്ങളൊന്നും സ്വപ്നം കാണുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അന്ന് ചാണകം മെഴുകിയ തറയിലും പായിലും അങ്ങനെ ഉള്ള പരിമിതമായ സൗകര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ആരാധിച്ചപ്പോൾ ഇന്ന് 2ാം തലമുറയും 3ാം തലമുറയും 4ാം തലമുറയും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവികാരാധനയെ വിലമതിച്ചതായിട്ടുള്ള മാതാപിതാക്കളായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. ഒന്ന്, ഞാൻ പറഞ്ഞ എന്താണ്? കയ്പ് നിറഞ്ഞ ജീവിതത്തെ ദൈവം മധുരപൂർവമാക്കി തീർക്കുന്നു. രണ്ടാമത്, ദൈവം അംഗീകരിച്ചതായിട്ടുള്ള കുടുംബം. മൂന്നാമത് പറഞ്ഞത് ദൈവികാരാധനയെ വിലമതിച്ചതായിട്ടുള്ള മാതാപിതാക്കളുടെ കൂട്ടം. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം കുടുംബജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പല കുടുംബങ്ങളെ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. തോന്നിവാസമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, അത് ഇൻ്റലിജൻറ്റ് ഫാമിലി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൻ ഒരു വഴിക്ക്, അമ്മ ഒരു വഴിക്ക്, മക്കൾ വേറൊരു വഴിക്ക്. അവരുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയില്ല, ഒരുമിച്ച് സംസാരിക്കുകയില്ല. അഗ്നിപർവ്വതം പോലെ പുകയുന്ന കുടുംബജീവിതത്തിൻ്റെ അംശങ്ങളായിത്തീരുന്നവർ. രണ്ടാമത്, ഒരു കൂട്ടം കുടുംബങ്ങളെക്കുറിച്ച് ലോകത്തിൽ കാണാൻ കഴിയും. മറ്റുള്ളവരെ തള്ളിക്കളയുന്ന കുടുംബങ്ങൾ. അയൽക്കാരുമായിട്ട് ബന്ധമില്ല, വിശ്വാസികളുമായിട്ട് ബന്ധമില്ല, അടുത്ത് കുർബാനയ്ക്കിരിക്കുന്ന ആളുകളുമായി ബന്ധമില്ല. റിജക്റ്റഡ് ഫാമിലി, മറ്റുള്ളവരെ തള്ളിക്കളയുന്ന കുടുംബങ്ങൾ. മൂന്നാമത്, സിക്ക് ഫാമിലി എന്നുള്ളതാണ്. സിക്കുകാരുടെ കുടുംബം എന്നുള്ളതല്ല, രോഗഗ്രസ്തമായ കുടുംബങ്ങളാണ്. വ്യക്തികൾക്ക് അകത്തും പുറത്തും രോഗങ്ങളാണ്. പുറമേ പല രോഗങ്ങളുണ്ട്, എന്നാൽ പുറമേയും രോഗങ്ങളാണ്. എന്നാൽ എപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവം. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ മുഖാമുഖം കണ്ടപ്പോൾ മുതലാണ് ലോകത്തിൻ്റെ പ്രശ്നം ആരംഭിച്ചതെന്ന് ഞാൻ ഒരിക്കലൂടെ പ്രസംഗിച്ച് പറഞ്ഞു. അതുകൊണ്ട് രോഗഗ്രസ്തമായ കുടുംബങ്ങൾ, അതോറിറ്റേറ്റീവ് കുടുംബം, എല്ലാവരും കാര്യസ്ഥരാണ്. ഭാര്യയും കാര്യസ്ഥയാണ്, ഭർത്താവും കാര്യസ്ഥനാണ്, മക്കൾ അതിനേക്കാളും കാര്യസ്ഥരാണ്. അതാണ് അതോറിറ്റേറ്റീവ് ഫാമിലി, എല്ലാവരും കാര്യസ്ഥനായ കുടുംബം. അഞ്ചാമതൊരു കുടുംബമാണ് ഡെമോക്രാറ്റിക് കുടുംബങ്ങൾ. അവിടെ ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ലോകത്തിൽ പല കുടുംബജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എലിസബത്തിൻ്റെയും സഖറിയാവിൻ്റെയും കുടുംബജീവിതത്തെക്കുറിച്ച്
വേദപുസ്തകം സർട്ടിഫൈ ചെയ്യുന്നത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഈ മൈക്ക് കൊടുത്തപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് പാഠം വായിച്ചത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ട് അവർ പാഠം വായിച്ചു. മിന്തലോട് പ്രാർത്ഥന എന്നുള്ള അംഗങ്ങളാണ്. ചില ദിവസങ്ങളൊക്കെ ഭംഗിയായിട്ട് എല്ലാവരും വായിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ്. ആദ്യത്തെ അധ്യായം പറഞ്ഞു, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായം പറഞ്ഞ് ആദ്യത്തെ ആൾ വായിച്ചു. രണ്ടാമത്തെ വായിച്ച ആളും അതുപോലെ നിർത്തി വായിച്ചു. വായനയ്ക്ക് വേണ്ടിയുള്ള വായനയല്ല പള്ളിയിൽ നടക്കേണ്ടത്. ഇതൊരു പ്രസംഗമാണ്. നിർത്തി വായിക്കണം. നല്ല ശബ്ദത്തിൽ നിർത്തി വായിക്കണം. അതുകൊണ്ട് പല ദിവസവും നമ്മുടെ ഇവിടുത്തെ ക്രമീകരണം അങ്ങനെയാണ് നടക്കുന്നത്. കുഴപ്പമില്ല, ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരും യുവജനങ്ങളും നമ്മുടെ പ്രാർത്ഥന കൂട്ടക്കാരും ഒക്കെ നല്ലതായിട്ട് വായിക്കണം. എന്നാൽ ചില വായനയെങ്കിലും വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥന എന്ന് എന്ന് പറഞ്ഞേച്ച് ഉടനെ പോയിരിക്കും. എത്രയും പെട്ടെന്ന് തീർക്കും. എനിക്കൊന്നും മനസ്സിലാവത്തില്ല. എന്നാൽ ഇന്ന് മധുവായിൽ നിന്ന് വളരെ ഞാൻ ശ്രദ്ധിച്ചു. നല്ല ഭംഗിയായിട്ട് വായിച്ചു. അങ്ങനെ വേണം വായിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ 1ഉം 2ഉം പാഠവും ലേഖനഭാഗവും വായിച്ചാൽ ഇതിന് ആധാരമായിട്ടുള്ള ഭാഗങ്ങളാണ് വായിച്ചു കേട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് കുടുംബ ജീവിതത്തെക്കുറിച്ച് ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ 3-4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരു നല്ല ഭാര്യ വീട്ടിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ വീട്ടിലെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ പലവിധമായ വിഷമങ്ങളും സർച്ചേർച്ചില്ലായ്മയൊക്കെ വീട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സക്കറിയാവും എലിസബത്തും തമ്മിൽ എന്തായിരുന്നു? പ്രാർത്ഥനയുടെ ആത്മാവിലായിരുന്നു. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ വിശ്വാസമുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തി. ആമീൻ. കുറച്ച് പേര് കൈ ഉയർത്തില്ല, അവർക്ക് വിശ്വാസമില്ല. അവർക്ക് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഒരു നല്ല ഭാര്യ ഉണ്ടായിരിക്കണം. ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം നെയ്ത്തുകാരി എന്നാണ്. അവൾ കുടുംബം എന്ന സാമ്രാജ്യത്തെ നെയ്തുണ്ടാക്കുകയാണ്. സത്യം, കൃത്യം, വൃത്തി ജീവിതത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു നല്ല ഭാര്യ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായും സത്യമായും ക്ലീനായും ചെയ്യുവാൻ തക്കവണ്ണം പരസ്പരം സഹകരിക്കുന്ന ഒരു നല്ല ഭാര്യ വീട്ടിലുണ്ടായെങ്കിൽ മാത്രമേ ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത്, ഒരു വീട്ടിൽ നല്ലൊരു ഭർത്താവ് ഉണ്ടായിരിക്കണം. നെൽസൺ മണ്ടേല 26 വർഷം സൗത്ത് ആഫ്രിക്കയിലെ പോൾസ്മോർ ജയിലിൽ തടവിലായിരുന്ന അവിടുത്തെ രാഷ്ട്രപിതാവായിരുന്നു പിൽക്കാലത്ത്. ആ 26 വർഷം തികയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിന്നി മണ്ടേലയും ആ 2 കുട്ടികളുമായി ജയിലിൻ്റെ കവാടത്തിൽ ചെന്നപ്പോൾ നെൽസൺ മണ്ടേല ചോദിച്ചു, ഈ കുഞ്ഞുങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ മക്കൾ സെന്നിയും സെൻസിയും 2 വയസ്സും 3 വയസ്സും പ്രായമുള്ളപ്പോഴാണല്ലോ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോയത്. അന്നുണ്ടായിരുന്ന 2 മക്കളാണ് ഈ വളർന്ന് വലുതായി നിൽക്കുന്ന ഈ പെൺകുട്ടികൾ, സെന്നിയും സെൻസിയും. അപ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു വാചകമുണ്ട്. ലോകപ്രശസ്തനായ ഏറ്റവും വലിയ ഒരു നേതാവായിരുന്നു. ആരാണ്? നെൽസൺ മണ്ടേല. സൗത്ത് ആഫ്രിക്കയുടെ രാഷ്ട്രപിതാവായിരുന്ന നെൽസൺ മണ്ടേല വളരെ വേദനയോടെ ആ പോൾസ്മോർ ജയിലിൻ്റെ ആ എഴികളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു നല്ല ഭാര്യയോ, എനിക്കൊരു നല്ല ഭർത്താവോ, നല്ലൊരു ഭർത്താവോ നല്ലൊരു അച്ഛനോ ആകാൻ സാധിച്ചില്ല. നല്ലൊരു ഭാര്യയുടെ ഭർത്താവായി തീരുവാൻ എനിക്ക് സാധിച്ചില്ല. അതിൽ വേദനിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നല്ല ഭാര്യയുണ്ട്, നല്ല ഭർത്താവാൻ സാധിക്കുന്നില്ല. ഒരു നല്ല അച്ഛനാവാൻ സാധിക്കുന്നില്ല. നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ കുടുംബസ്ഥനാകാൻ സാധിക്കാത്ത ഒരുപാട് സുറിയാനിക്കാരുണ്ട്. എന്നാൽ സക്കറിയാവിൻ്റെ എലിസബത്തിൻ്റെയും ജീവിതത്തിലെ കൈപ്പേറിയ കണ്ണുനീരിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അവിടെ സാക്ഷ്യം പറയുകയാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. മൂന്നാമത്, ഒരു കുടുംബജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ അവിടെ എന്താ വേണം? നല്ല ആശയവിനിമയങ്ങൾ നടക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവുകയില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവുകയില്ല. 10ാം ക്ലാസ്സിൽ തോറ്റവൻ എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞേച്ച് കല്യാണം നടത്തി 2 ദിവസം കഴിയുമ്പോഴാണ് പെണ്ണ് മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ് പോലും തോറ്റിരിക്കുക, എഞ്ചിനീയറും അല്ല മെഡിസിനുമല്ല. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഈ കല്യാണം ആലോചിക്കാൻ വരുമ്പോൾ അയലോക്കത്ത് വീഴ്ചയിൽ ഷീറ്റും എല്ലാം കൂടെ പറക്കി ഇങ്ങനെ നിരത്തി ഇട്ടേക്കും. അപ്പം കോന്നിയിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം നോക്കുമ്പോൾ എത്ര 56 ഷീറ്റുണ്ട്. ഷീറ്റൊന്നും നമ്മുടെ അല്ല, അത് നിലം വെച്ചൊക്കെ ഒത്തിരി വാരിയിട്ട് ഈ നിലമെല്ലാം നമ്മുടെയാണ്. പണ്ടത്തെ കാലത്താണേ. പിന്നാണ് അറിയുന്നത് ഒന്നുമില്ല, ഒരു റബ്ബർ പോലും ഇല്ല എന്ന് മനസ്സിലായത്. കള്ളം പറഞ്ഞുള്ള കല്യാണമാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ആശയവിനിമയം ഉണ്ടോ? പറ. ആശയവിനിമയമില്ല.
നമ്മൾ ഈ കേൾക്കുന്ന ചിലയിടത്തെങ്കിലും ഇതൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ജീവിതത്തിൽ ആവശ്യമാണ്, ആശയവിനിമയങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണ്. ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകണം, ഭാര്യയുടെ അപ്പനും അമ്മയും പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാകണം. ഇത് രണ്ട് സംസ്കാരങ്ങളുടെ യോജിപ്പാണ്, വ്യത്യസ്തമായ രണ്ട് സംസ്കാരങ്ങളുടെ യോജിപ്പാണ്, രണ്ട് അപ്പൻ്റെ അമ്മയുടെയും യോജിപ്പാണ്. അവരൊരുമിച്ച് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. നാലാമത് എന്താ ഉണ്ടാവണമെന്നറിയാം? സമർപ്പണം ഉണ്ടാവണം. ഒരു നാഴി വേറെ നാഴിയിൽ പോകത്തില്ല. പോവും, ഒരു നാഴി വേറെ നാഴി പോകത്തില്ല. അതാണ് പ്രശ്നം. ഞാൻ വലുത്, ഞാൻ വലുത്, നീ വലുത്, നീ വലുത്. സഹോദരിമാർ തങ്ങളിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? സഹോദരന്മാർ തങ്ങളിൽ പ്രശ്നമുണ്ടോ? ഭാര്യ ഭർത്താവും തമ്മിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, ഒരു വലിയ മാതൃകാ ദമ്പതിമാരെക്കുറിച്ച് നമ്മൾ വായിച്ചു. അവർ ലോകത്തിലെ ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത അവരുടെ ജീവിതത്തിൽ അടിയായിരുന്നു, അല്ലേ? ഇപ്പോൾ ആളുകൾ മാധ്യമങ്ങളിലൊക്കെ ഇത് പറഞ്ഞങ്ങ് പരിഹസിക്കുക ആളുകൾ. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വയ്യാത്തൊന്നും ആരും പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ നാലാമതുണ്ടായിരിക്കേണ്ടത് എന്താണ്? സമർപ്പണം ഉണ്ടായിരിക്കണം. ഒരാൾ വെളുത്ത ആളാ, ഒരാൾ കറുത്ത ആളാ, ഒരാൾ ചുമന്ന ആളാ ഒക്കെ ശരിയാണ്. എന്നാൽ മരണപര്യന്തം വിശ്വസ്തമായ സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയാണ്. സങ്കല്പത്തിലെ ഭാര്യയെയും ഭർത്താവിനെയും ലോകത്തിൽ ആർക്കും കിട്ടുകയില്ല. അപ്പം ഞാനും നിങ്ങളും കോളേജിൽ പഠിച്ചപ്പോഴും സ്കൂളിൽ പഠിച്ചപ്പോഴും സങ്കല്പത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചപ്പോഴല്ലയോ മനസ്സിലാവുന്നത് ഇത് കുഴപ്പമാണെന്നുള്ളത് മനസ്സിലായത്, അല്ലേ? പണ്ട് ക്രിസ്മസ് തിരുമേനിയുടെ അടുത്ത് ചോദിച്ചു, തിരുമേനി എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി തിരിച്ചു ചോദിച്ചു, കല്യാണം കഴിച്ചാന്നോ? ആന്ന്. കഴിച്ചപ്പോൾ നല്ലതായിരുന്നു. ആയിരുന്നു. ഇപ്പോഴോ? സിനിമ നടനോടാണ് ചോദിച്ചത്, യൂട്യൂബിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ സങ്കല്പത്തിലെ ഭാര്യയെയും ഭർത്താവിനെയും ലോകത്തിൽ ആർക്കും കിട്ടുകയില്ല. സ്കൂട്ടറിലും കാറയിലും പോയി അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കടയിൽ ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ഇതായിരുന്നു എനിക്ക് പറ്റിയത് എന്ന് വിചാരിച്ച് വീട്ടിൽ വഴക്കുണ്ടാവാനും പാടില്ല. അതാണ് കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തിലുണ്ടായിരിക്കണം. അത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ ഏവൻഗേലിൽ വായിക്കുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല ഭാര്യ ഉണ്ടായിരിക്കണം, ഒരു നല്ല ഭർത്താവ് ഉണ്ടായിരിക്കണം, കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം, സമർപ്പണം ഉണ്ടായിരിക്കണം. പിന്നെന്താ ഉണ്ടായിരിക്കണം? ആശയവിനിമയങ്ങൾ സമ്പൂർണ്ണമായി മാറണം. സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവരുമായിരുന്നു. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം ദൈവസന്നിധിയിൽ നീതിയുള്ള കുടുംബമായിട്ട് തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസത്തെയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്കിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് ചുരുക്കമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.